അടുത്തിടെ കാണാനിടയായ ഒരു സംഭവമാണ്. നമ്മൾ റോഡരികിലൊക്കെ പോകുമ്പോൾ തന്നെ കാണാറുണ്ട്. ഒരുപാട് ഈ ടാറ്റു കുത്തി കൊടുക്കുന്ന സംഘങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അവർ കറക്റ്റായിട്ടുള്ള ഈ ടാറ്റു കുത്തുന്ന മാനദണ്ഡങ്ങളൊന്നും പാലിച്ചല്ല അത് കുത്തുന്നത്. ഇത് എന്താ പറയുക, ഈ സൂചി മാറുന്നത് ഉൾപ്പെടെ ഒന്നും വൃത്തിയായിട്ടുള്ള രീതിയൊന്നുമല്ല. കുത്തിയ സൂചി കൊണ്ട് തന്നെ വീണ്ടും കുത്തുന്നു. അങ്ങനെയൊക്കെ ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ടാറ്റു കുത്തുന്നവർ അത് വ്യക്തമായിട്ടും നമ്മുടെ സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ പോയി അത് കുത്തുന്നതാണ് നല്ലത്. ഇത് ഒരു ഓട്ടോ ഡ്രൈവർ ചെയ്ത വളരെ നല്ല ഒരു കാര്യമാണ് പറയുന്നത്. ഒരു തമിഴ്നാട്ടുകാരനായ ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ ആളുടെ ഓട്ടോയിൽ ഒരാൾ മറന്നു വെച്ച ബാഗിൽ നിന്ന് 50 ലക്ഷത്തോളം വില മതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ, വെള്ളി ആഭരണങ്ങൾ എല്ലാം കൂടി കിട്ടി. അപ്പോൾ അയാളത് നേരെ സ്വന്തമായിട്ട് എടുക്കുകയൊന്നും ചെയ്തില്ല. അത് നേരെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ഏൽപ്പിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഇത് എടുക്കാത്തത് എന്ന് ഒരു ചോദ്യം പോലീസുകാർ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഇതിൻ്റെ ഓണർ ആരാണെങ്കിലും അയാളുടെ ഒരു ജന്മത്തെ ഒരു സമ്പാദ്യമായിരിക്കും ഇപ്പോൾ എൻ്റെ ഓട്ടോയിൽ ഇങ്ങനെ മറന്നു വെച്ചിട്ട് പോയത്. അത് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത്. പിന്നെ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു നിയന്ത്രണം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. ഒരു സിലിണ്ടർ ഉള്ളവർക്ക് 21 ദിവസം കഴിഞ്ഞ് വീണ്ടും ബുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ 2 സിലിണ്ടർ ഉള്ളവർക്ക് 30 ദിവസം കഴിഞ്ഞ് വീണ്ടും ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു പുതിയതായിട്ടുള്ളൊരു നിയന്ത്രണമാണ്. നേരത്തെ ഇങ്ങനെ ഇല്ലായിരുന്നു. അതുമാത്രമല്ല, ഗാർഹിക സിലിണ്ടറിൻ്റെ വില 60 രൂപ കൂടി കൂടിയിട്ടും ഉണ്ട്. ഈ ഒരു വില വർധനവ് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. എങ്കിലും അതിൻ്റെ ഒരു ക്ഷാമവും കാര്യങ്ങളും, യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അതിൻ്റെ ക്ഷാമവും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇങ്ങനെ വർദ്ധിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ഇങ്ങനെ വിലയും കൂടിയൊക്കെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഗ്യാസ് സിലിണ്ടറൊക്കെ വളരെ കുറച്ചൊക്കെ ഉപയോഗിക്കാം. പറ്റുന്നിടത്തോളം വിറകടുപ്പൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നവർ വിറകടുപ്പൊക്കെ ഉപയോഗിക്കാം. പിന്നെ അതാ വളരെ അതിശയമായിട്ടുള്ളൊരു സംഭവമാണ് കർണാടകയിൽ നടന്നൊരു സംഭവം. വിവാഹം കഴിക്കാൻ താലി എടുത്തപ്പോഴത്തേക്കും പെൺകുട്ടിയുടെ മനസ്സ് മാറുകയും പിന്നീട് വിവാഹത്തിന് സമ്മതമല്ലാതെ വിവാഹം ക്യാൻസൽ ചെയ്യുന്നൊരു സാഹചര്യം. ഒരുപക്ഷെ പെൺകുട്ടി നേരത്തെ പറഞ്ഞിട്ടുണ്ടാവാം, വീട്ടുകാർ സമ്മതിക്കാഞ്ഞിട്ടായിരിക്കാം. എന്താണെങ്കിലും പെൺകുട്ടികളുടെ ആഗ്രഹങ്ങൾക്ക് കൂടി ഒരു പരിഗണനയൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെ വിവാഹം വരെയൊക്കെ കൊണ്ടെത്തിക്കുന്നതിന് മുന്നേ പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാതെ ആയിരിക്കാം കല്യാണത്തിന് നിർബന്ധിച്ച് ഇവിടെ വരെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് എതിർത്ത് കഴിഞ്ഞാൽ അത് നടക്കാതെ പോവും എന്ന് പെൺകുട്ടിക്ക് തോന്നിക്കാണാം. എന്നാലും ആ പയ്യൻ്റെയൊക്കെ ഒരു മാനസികാവസ്ഥയെല്ലാം വളരെ സങ്കടമായിട്ടുള്ളൊരു കാര്യം തന്നെ. എന്തായാലും എന്തെങ്കിലും ഒരു കാരണം കാണും, കാരണം വ്യക്തമല്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.